വരയിടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പം ഡൗൺലോഡ് ചെയ്തിട്ടൊരു ഫോട്ടോയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഫോട്ടോയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ കാണാനായിട്ട് എനിക്ക് ഇഷ്ടമാകൊണ്ട് ഞാൻ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് എപ്പോഴേലും വരയ്ക്കണമെന്ന് കരുതി എടുത്ത് വെച്ചിരുന്ന ഒരു ഫോട്ടോയാണ്. ഇപ്പം ലൂമിസ് മെത്തേഡിൽ ഒരു ഫോട്ടോ ചെയ്യണം, വരച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി വെറുതെ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഫോട്ടോ കാണുന്നത്. പക്ഷെ അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വെറുതെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യണം എന്ന് തോന്നി. ഒരു വട്ടമൊക്കെ വരച്ച് പതുക്കെ ലൂമിസ് മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ എനിക്കത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് വെച്ചു. ശരിയായോ എന്ന് അത്രയ്ക്ക് ഉറപ്പില്ല. എന്തായാലും ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. അത് കഴിഞ്ഞ് വാട്ടർ കളർ ചെയ്യാമെന്ന് വെച്ചു. വാട്ടർ കളർ ചെയ്യുമ്പം റിയലിസ്റ്റിക്കായിട്ട് ശരിക്കുമുള്ള ഫേസ് കളർ എടുത്ത് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അങ്ങനെ സാധാരണ ചെയ്യുന്നത് ഞാൻ ചെയ്യാറ് ഓയിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ. വാട്ടർ കളർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറ് പലപ്പോഴും പല കളറെടുത്ത് റഫായിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എനിക്കങ്ങനെ ചെയ്യുന്നതിനോടാണ് ഒരു ഇഷ്ടം. ഇത് ഞാൻ സ്പീഡ് ചെയ്ത വർക്കായതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡ് കൂട്ടുന്നില്ല. വെറുതെ അങ്ങ് ചെയ്തു പോയത് അതേപടി തന്നെ വീഡിയോ എടുത്തിരിക്കുകയാണ്. കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് കുറേ ഭാഗം ചെയ്ത് അതേ സ്പീഡിൽ തന്നെ വീഡിയോ എടുത്തിരിക്കുകയാണ്. കാരണം റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതല്ല, വേഗം തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെയും സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ വീഡിയോ കാണാനൊരു സുഖമില്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്തു പോവാണ്. ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് എടുത്തിരിക്കുന്ന കളേഴ്സ് പറഞ്ഞാൽ നീല നിറം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു റെഡ് എടുത്തിട്ടുണ്ട്, ഗ്രീനുണ്ട്, യെല്ലോയുടെ ഉണ്ട്. ഈ കളറൊക്കെ കൂടി പല ടോണിൽ മിക്സ് ചെയ്ത് ആണ് പലയിടത്തും വരച്ചിരിക്കുന്നത്. മുടിക്കൊക്കെ ഈ പറഞ്ഞ കളറ്, മുടിക്കും താടിക്കുമൊക്കെ ഈ പറഞ്ഞ കളറ് എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഫേസിൻ്റെ ഹൈലൈറ്റ് പോർഷനൊക്കെ പേപ്പർ വൈറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനോട് ചേർത്ത് ശകല യെല്ലോ കളറും ചെയ്യുന്നുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള മുടിയുടെ പോർഷൻ പേഷ്യൻ ബ്ലൂ ഇച്ചിരി കൂടുതൽ ചേർത്താണ് ചെയ്തിരിക്കുന്നത്. പേഷ്യൻ ബ്ലൂവും റെഡിൻ്റെയും അതുപോലെ ഗ്രീനിൻ്റെയും കൂടെ ഒരു മിക്സ്. അതിൽ പേഷ്യൻ ബ്ലൂവിൻ്റെ അളവ് ഇത്തിരി കൂടി വന്നപ്പം ആ ഡാർക്ക്നെസ് കൂടുതൽ തോന്നുന്ന തരത്തിൽ കൂടുതൽ ഡാർക്കുള്ള മുടിയുടെയും താടിയുടെയും ഭാഗങ്ങൾ ആ രീതി ചെയ്തു. യെല്ലോയുടെ മിക്സ് ഒക്കെ ചേരുന്നിടത്ത് കുറച്ച് ലൈറ്റ് ടോൺ വരുന്ന താടിയുടെ ഭാഗങ്ങളൊക്കെ യെല്ലോയുടെ മിക്സും അതുപോലെ പേപ്പർ വൈറ്റ് ഇടയ്ക്കൂടെ കാണുന്ന രീതിയിലും ആണ് ചെയ്തത്. ഒറ്റ ബ്രഷ് കൊണ്ട് തന്നെയാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. നെറ്റിയിലോട്ട് വീണ് കിടക്കുന്ന മുടിയൊക്കെയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഗ്യാപ്പിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. മുടിയുടെ ഇഴയായിട്ട് തോന്നുന്ന രീതിയിൽ കുറച്ച് ആ നെറ്റിയിലെ പെയിൻറ്റിൻ്റെ പുറത്തോട്ട് ആ മുടി വരുമ്പം മുടി നെറ്റിയിലോട്ട് വീണ് കിടക്കുന്ന മുടി പോലെ തോന്നിക്കാനായിട്ട് ബ്രഷിൻ്റെ സ്ട്രോക്ക് ശകലം ഗ്യാപ്പിട്ട് തന്നെയാണ്. മുടി മുഴുവൻ അങ്ങനെ ആ രീതിയിൽ തന്നെയാണ്. മുടിയുടെ ഓരോ മുടിയും നിൽക്കുന്ന രീതി, ഓരോ മുടിയും പോകുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് കൊണ്ട് വരച്ച് പോയിട്ട് പിന്നെ കളറ് ലയിപ്പിച്ച് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെവിയുടെ ചുറ്റും ഉള്ളതും ചെവിയുടെ പുറകിലോട്ട് കാണുന്ന മുടിയും നല്ല ഡാർക്കായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നെറ്റിയിലോട്ട് ചേരുന്ന ഭാഗവും കുറച്ച് ഭാഗം ഡാർക്കായിട്ടാണ്. ബാക്കി മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ലൈറ്റ് അടിച്ചൊരു ലൈറ്റ് ബ്രൗൺ പോലെ ഒരു നിറമാണ്
ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്നത്. അതുകൊണ്ട് ആ ഭാഗമൊക്കെ അധികം കളർ ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുകയാണ്. പിന്നെ ലൈറ്റ് കളർ എടുത്ത് അവസാനം വാഷ് ചെയ്ത് വിടാമെന്ന് കരുതി. കണ്ണൊന്നും ഫിനിഷിങ് വരുന്ന രീതിയിലൊന്നും വരയ്ക്കുന്നില്ല. വെറുതെ ഒന്ന് റഫ് സ്കെച്ചായിട്ട് വെറുതെ വരച്ചു പോകുന്നേ ഉള്ളൂ. മൊത്തത്തിൽ വരച്ച് വരുമ്പോൾ ഒരു ആളെ തിരിച്ചറിയാവുന്ന രൂപത്തിൽ വരണം എന്നുള്ള ആഗ്രഹത്തിൽ വരയ്ക്കുന്നതാണ്. ശരിയായോ എന്നറിയത്തില്ല. നെറ്റിയോട് ചേർന്ന സൈഡിലെ മുടിക്ക് ഇച്ചിരി ഡാർക്ക്നെസ് ഫോട്ടോയിലുണ്ട്. പിന്നീട് മുടിയുടെ മുകളിലോട്ട് പോകുമ്പം കൂടുതൽ ലൈറ്റ് അടിക്കുന്ന പോലെയാണ്, ലൈറ്റ് അടിക്കുന്ന പോർഷൻസാണ്. ഈ ഫോട്ടോ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ എനിക്ക് തോന്നിയതിൻ്റെ തന്നെ കാരണം മുടി, പുരികം, താടി ഒക്കെ ഫോട്ടോയിൽ നോക്കിയാലും ബ്രഷിൻ്റെ വര പോലെ തന്നെ വേറിട്ട് കാണാവുന്ന പോലെ തോന്നി. ആ താടിയുടെ ആ ഭാഗമൊക്കെ ഇങ്ങനെ ഓരോ വരയായിട്ട് തന്നെയാണ് മുഖത്തോട് ചേരുന്ന ഭാഗം ഇങ്ങനെ കാണുന്നത് ഫോട്ടോയിലും. അതുകൊണ്ടാണ് എനിക്കിത് റഫ് സ്കെച്ചായിട്ട് തന്നെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ ഇങ്ങനെ തന്നെ ആണ് ഫോട്ടോയിൽ നല്ല തെളിഞ്ഞ് നല്ലൊരു തെളിച്ചമുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. കുറച്ച് ഭാഗം പക്ഷേ ഡാർക്ക് ഷെയ്ഡ് വരുന്നിടം ഫെയ്ഡായിട്ട് തോന്നുമായിരുന്നു. എന്നാലും നമുക്കൊരു ആളിൻ്റെ രൂപം കിട്ടുന്ന രീതിയിലുള്ള വരച്ചെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെ നല്ലൊരു ഫോട്ടോയാണ്. താടി മുടിയൊക്കെയുള്ള ഫോട്ടോ വരയ്ക്കുമ്പോൾ എളുപ്പമുണ്ട്. ബ്രഷിട്ട് വേഗം അവിടെ വരച്ച് പോകാം. പഷ്യൻ ബ്ലൂവും സാഫ് ഗ്രീനും വെർമില്യനും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ബ്ലാക്ക് കൊണ്ടാണ് താടി ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത്. താടിയുടെ ഏറ്റവും ഡാർക്കായിട്ടുള്ള പോർഷൻ ഈ 3 കളർ മിക്സ് ചെയ്തെടുത്ത ബ്ലാക്ക് കൊണ്ടാണ് വരയ്ക്കുന്നത്. കഴുത്തിൻ്റെ താഴേക്കങ്ങനെ താടിയുടെ മിശ പോലെ തന്നെ കുറച്ച് ലൈൻസ് വരുന്നുണ്ട് ഫോട്ടോയിൽ. അതുപോലെ താടിയുടെ താഴെ ഒരു കടൺ ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. പിന്നെ ഷർട്ടിൻ്റെ ഭാഗം കൂടെ കുറച്ച് വരച്ചിട്ട് ഞാനിത് ഫിനിഷ് ചെയ്യുവാണ്.